ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം വരെയായിരുന്നു. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഫാക്ടർ ഡിറ്റർമൈനിങ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങളൊരു 8 പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കണം. ഒരു എസ്സേക്കൊക്കെ ചോദിക്കുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണിത്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഈ ഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വേണം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് എത്ര വേണം, മൂലധന ആവശ്യകതകൾ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം, ഏത് തരം എന്തൊക്കെ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുക, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ടേ നമുക്ക് ഈ ഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ ഗുണം ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ സ്വഭാവമാണ് ആദ്യത്തെ പോയിന്റ്. ഇവിടെ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇറ്റ്സ് ബിസിനസ്. നമ്മൾ എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് എസ് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, റെയിൽവേ റിക്വയർ വെരി ലിമിറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അവർ മെയിൻലി എന്താണ്, മെഷീനറീസും ഒരുപാട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ വേണ്ടത് റെയിൽവേ ഒക്കെ ആണെങ്കിലും ഫിക്സ്ഡ് ക്യാപിറ്റലാണ് കൂടുതൽ വേണ്ടത്. ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാവർക്കും വരിക. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ് അല്ല അവർക്ക് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് ആണ് അവർക്ക് കൂടുതൽ വേണ്ടത്. പക്ഷേ ഒരു ട്രേഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്താണ്, ഗുഡ്സ് വാങ്ങുക വിൽക്കുക ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൂടുതലായിരിക്കും. അവർക്ക് എന്ത് വേണം, ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് എന്താ, ക്യാഷ് വെച്ചിട്ടാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, നമ്മുടെ ട്രേഡിംഗ് കൺസേൺ ആകുമ്പോഴും ഡെപ്റ്റർ, ക്രെഡിറ്റർ, അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് നിൽക്കുന്നത്, കറണ്ട് അസറ്റിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇലക്ട്രിസിറ്റി കമ്പനികൾ, വാട്ടർ സപ്ലൈ കമ്പനികൾ, റെയിൽവേസ്, അവർക്കൊക്കെ ലിമിറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ മതി. കാരണം എന്താ ലിമിറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ മതി എന്ന് പറയാൻ കാരണം എന്താ, അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റിലാണ്. ബാക്കിയുള്ള ട്രേഡിങ്, ഈ പോയിന്റാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ 2 പോയിന്റ്, ട്രേഡിങ്ങും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് വേണം, ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ് വേണം. അപ്പോൾ അത്രയും അവിടെ സൈഡിലൊന്ന് എഴുതി വെക്കുക, ഷോർട്ട് പോയിന്റ് ഒക്കെ എഴുതി വെക്കുക. ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, റെയിൽവേ, ഇത്തരം കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. മറ്റേ സൈഡിലോ ട്രേഡിങ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ട്രേഡിംഗ് കൺസേണിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. അത്രയും നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ. അത് നമ്മൾ പിന്നെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. എസ്സേക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പോയിന്റാണ് സൈസ് ഓഫ് ബിസിനസ്. സൈസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. ലാർജ് സൈസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, വർക്കേഴ്സ് ഒരുപാടുണ്ടായിരിക്കും, അവരുടെ ഡീലിങ്സ് ഒക്കെ വലിയ വലിയ തരത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം. സ്മോളർ ഫേമിന് എന്താ, കുറച്ച് എംപ്ലോയീസേ ഉള്ളൂ, കുറച്ച് പ്രൊഡക്ഷനേ ഉള്ളൂ, കുറച്ച് മെയിൻ്റനൻസ് ചാർജുകളെ വരുന്നുള്ളൂ. അവർക്ക് എന്ത് മതി, റിക്വയർ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അവിടെ സൈഡിൽ എഴുതി വെക്കുക, ലാർജ് ബിസിനസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം, സ്മോൾ ബിസിനസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. ഇത്രയും കാര്യമാണ് അവിടെ പഠിക്കാനുള്ളൂ. 2 പോയിന്റ് ആയില്ലേ. അടുത്ത് പറയുന്നതാണ് പ്രൊഡക്ഷൻ പോളിസി. കമ്പനീസ് ദാറ്റ് കളക്ട് മോർ ഇൻവെൻറ്ററി നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ടു മെയിൻറ്റെയിൻ പ്രൊഡക്ഷൻ സ്റ്റെബിലിറ്റി. മോർ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക, അല്ല ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. അവർ ഒരുപാട് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെയർ ഹൗസിൽ വെക്കുന്നു. അങ്ങനെ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അത്രയും റോ മെറ്റീരിയൽ മേടിക്കണം, അത്രയും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണം, അത്രയും വർക്കേഴ്സിന് സാലറി കൊടുക്കണം. അപ്പോൾ മോർ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുന്നവർക്കാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. അല്ലെങ്കിലോ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനാണ്, അവർക്ക് അധികമൊന്നും പ്രൊഡക്ഷൻ ഇല്ല, കുറച്ചളവിൽ മാത്രമേ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഇൻവെൻറ്ററി ആയിട്ടൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല എങ്കിൽ അവർ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ
ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മതി? കുറവ് മതി. അതാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ വലിയത് എന്ന് വെച്ചാൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതാണ് ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ പറയുന്നത്. ഇൻ ദി പ്രൊഡക്ഷൻ ബിസിനസ് റിക്വയർമെന്റ് ഓഫ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ദ പ്രൊപ്പോർഷൻ ടു ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. നമുക്കറിയാം ചില പ്രൊഡക്റ്റുകൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ രൂപത്തിലാക്കി മാറ്റാൻ ഒരുപാട് പ്രൊഡക്ഷൻ സൈക്കിളിലൂടെ കടത്തിവിടണം, അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തിവിടണം. അങ്ങനെയാണെങ്കിലോ ലെങ്ത് കൂടുതലാണ്. പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരുപാട് കാലം അല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടുതലാണ്. പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്റ്റ് കടത്തി വിടണം, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തി വിടണം. പക്ഷെ അപ്പോൾ ഈ ലെങ്ത് കൂടുന്തോറും നമുക്ക് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം. അപ്പോൾ ലെങ്ത് കൂടുതലാണ്, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് വേണം? കൂടുതൽ വേണം. പ്രൊഡക്ഷൻ സൈക്കിളിന്റെ ലെങ്ത് കൂടുന്നു. പക്ഷെ കുറഞ്ഞ പ്രൊഡക്ഷൻ സൈക്കിൾ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മതി? കുറവ് മതി. അത്രയാണ് നിങ്ങളവിടെ നോക്കി വെക്കുക. അടുത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ബിഗിൻസ് വിത്ത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. നമുക്കിത് പഠിക്കാനുണ്ട്. എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽ മേടിക്കുന്നു, പിന്നെ അതിനെന്താക്കുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ്. ആദ്യം വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി മാറ്റും, പിന്നെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും, അത് സെയിൽ ചെയ്യുന്ന സമയത്ത് ആര് വരും? ചിലർ പൈസയ്ക്ക് കൊണ്ടുപോകും, ചിലർ ക്യാഷിന് കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? ക്യാഷ് തരും, ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ക്യാഷിനെ ക്യാഷാക്കി മാറ്റുക, അതിനെ നമ്മൾ എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ബിഗിൻസ് വിത്ത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ക്യാഷ് കൊടുക്കുന്നു, റോ മെറ്റീരിയൽ മേടിക്കുന്നു, ആൻഡ് എൻഡ് വിത്ത് സെയിൽ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഗുഡ്സ് വിൽക്കുന്നു, നമുക്ക് കയ്യിൽ കാശ് കിട്ടുന്നു, ക്യാഷിൽ നിന്ന് ക്യാഷിലോട്ട് എത്തുന്നു. ദ ലോങ്ങർ ദ സൈക്കിൾ ഗ്രേറ്റർ നീഡ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിയ പൈസ, ക്യാഷ് ഇറക്കി റോ മെറ്റീരിയൽ മേടിച്ചു, സെയിൽ നടന്ന് കയ്യിൽ ക്യാഷ് കിട്ടി. ഈ ഒരു സമയം കൂടുതലാണ് എന്ന് വെച്ചാൽ ക്യാഷ് നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, കയ്യിൽ നമ്മുടെ പൈസ വന്നിട്ടില്ല, നമ്മൾ ഇറക്കിയ പൈസ വന്നിട്ടില്ല. അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഇനിയും വേണം. കാരണം ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞു വിറ്റു, അതിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇറക്കിയ പൈസ വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇനിയും എക്സ്ട്രാ പൈസകൾ നമ്മൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടുമ്പോൾ നമുക്ക് എന്ത് വേണം? ഗ്രേറ്റർ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൻ്റെ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇനി ആവശ്യം. പക്ഷെ അതല്ല, നമുക്ക് ക്യാഷ് കൊടുത്തു, നമ്മൾ റോ മെറ്റീരിയൽ മേടിച്ചു, വേഗം സെയിലായി, നമ്മുടെ കയ്യിലേക്ക് വേഗം ക്യാഷ് വന്നു എങ്കിൽ നമുക്ക് ആ ക്യാഷ് കൊണ്ട് തന്നെ റോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അവിടെ എന്താണ്? കുറവാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവ് മതി. പക്ഷെ ലെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അടുത്തതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ, സ്റ്റോക്കിനെ എന്താക്കി മാറ്റുക? സെയിലാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ടേൺ ഓവർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. ദ കമ്പനി വിത്ത് ഹൈ റേറ്റ് ഓഫ് സ്റ്റോക്ക് ടേൺ ഓവർ നീഡ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർഡ് ടു കമ്പനി വിത്ത് ലോ ടേൺ ഓവർ റേറ്റ്. ഒരു കമ്പനിക്ക് അതിൻ്റെ സ്റ്റോക്കുകൾ സെയിലാക്കി മാറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്ത് കിട്ടി? അവർക്ക് കയ്യിൽ ക്യാഷ് വന്നു, അവർക്ക് എന്ത് മതി? കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. പക്ഷെ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് കുറവാണ്. എ കമ്പനി വിത്ത് ഹൈ റേറ്റ് ഓഫ് സ്റ്റോക്ക് ടേൺ ഓവർ നീഡ്സ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർഡ് ടു കമ്പനി വിത്ത് ലോ ടേൺ ഓവർ റേറ്റ്. എന്ന് വെച്ചാൽ സെയിലൊന്നും നടക്കുന്നില്ല, അവർ ഇറക്കിയ പൈസ അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്താണ്? സെയിലായി മാറുന്നില്ലെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ക്രെഡിറ്റ് പോളിസി എന്ന് വെച്ചാൽ കടം കൊടുക്കുന്ന പോളിസി നോക്കുക. കമ്പനി പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 12 പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു 8 എണ്ണെങ്കിലും കമ്പൽസറി ആയിട്ട് പഠിക്കണം കേട്ടോ. ക്രെഡിറ്റ് പോളിസി എന്താ പറയുന്നത്? കമ്പനി ദാറ്റ് പർച്ചേസ് ക്രെഡിറ്റ്. ഇപ്പം ഞാനാണ് ബിസിനസ് നടത്തുന്നത്, ഞാൻ റോ മെറ്റീരിയൽ മേടിക്കുന്നു, ക്രെഡിറ്റിന് മേടിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പോയിട്ടില്ല? പൈസ പോയിട്ടില്ല. പക്ഷെ ഞാൻ സെയിൽ നടത്തുന്നത് ക്യാഷിനാണ്. കമ്പനി ദാറ്റ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെൽ ഗുഡ്സ് ഫോർ ക്യാഷ് നീഡ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം ഇവിടെ എന്താ? റോ മെറ്റീരിയൽ ഞാൻ കടത്തിന് മേടിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല, ഞാൻ വിൽക്കുന്നത്
ക്യാഷിനെയാണ്. എൻ്റെ കയ്യിലേക്ക് പൈസ വന്നു, ബാക്കി എന്ത് ചെയ്തു, അവരുടെ പൈസയും സെറ്റിൽ ചെയ്തു, ബാക്കി എൻ്റെ കയ്യിൽ പ്രോഫിറ്റ്, അത് ബാക്കി പൈസ കയ്യിലുണ്ടാവും. എനിക്ക് എന്ത് മതി? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവ് മതി, ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റ് കുറവ് മതി. പക്ഷേ വേറെ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ ബട്ട് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് നീഡഡ് വെൻ ബൈയിങ് ഗുഡ്സ് ഫോർ ക്യാഷ്. പക്ഷെ ഞാൻ എൻ്റെ ബിസിനസ് റോ മെറ്റീരിയൽ മേടിക്കുന്നു, ക്യാഷിന് എൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ് കൊടുത്ത് ഞാൻ മേടിച്ചു. സെയിൽ നടന്നത് ഞാൻ എങ്ങനെയാണ്? കടത്തിന് ആണെങ്കിൽ എന്താ, എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കുകയും ചെയ്തു, സെയിൽ നടന്നിട്ടുമില്ല. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യും? ഇനിയും കൂടും. ഇത് പറയുന്നത് എന്താണ്? അപ്പോൾ വെൻ ദ ബൈങ് ഗുഡ്സ് ഫോർ ക്യാഷ് ആൻഡ് സെല്ലിങ് ദം ടു കസ്റ്റമേഴ്സ് ഓൺ ക്രെഡിറ്റ്, അവർക്ക് എന്ത് വേണം? മോർ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ആ പോയിന്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കടത്തിന് റോ മെറ്റീരിയൽ മേടിക്കുക, കാശിന് ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. കാശ് കൊടുത്ത് റോ മെറ്റീരിയൽ മേടിക്കുക, കടത്തിന് വിൽക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ത് വേണം? കൂടുതൽ വേണം. ഇനി നമുക്കറിയുന്ന ഒരു പോയിന്റാണ് ബിസിനസ് സൈക്കിൾ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, ബിസിനസ് സൈക്കിൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ബിസിനസ് സൈക്കിളിൽ പീരിയഡ്, ഡ്യൂറിങ് ദ പീരീഡ് ബൂം പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ എല്ലാം കൂടുതലാണ്, എല്ലാവർക്കും ജോലിയുണ്ട്, ഡിമാൻഡ് കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ്, എല്ലാവരും സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് വേണം? ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതിനനുസരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നോക്കിക്കോ, അപ്പോൾ ഡ്യൂറിങ് ഡിപ്രഷനോ അല്ലെങ്കിൽ ഈ റിസഷൻ സമയത്തൊക്കെ എന്ത് മതി? ഡിപ്രഷൻ സമയത്തൊക്കെ എന്ത് മതി? വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കുറവ് മതി. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ബട്ട് ഡ്യൂറിങ് പീരീഡ് ഓഫ് റിസഷൻ എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു പോയിന്റാണ്. ഗ്രോത്ത് റേറ്റ് ഓഫ് ബിസിനസ്, working capital requirement increase with the growth of business operation. Fast growing companies need large amount of working capital. ഇപ്പോൾ എൻ്റെ ബിസിനസ് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ബിസിനസ് വളർച്ച ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൂടണം, എനിക്ക് വേണമെങ്കിൽ പുതിയ ബിൽഡിംഗ് വേണ്ടി വരും. അങ്ങനെ എനിക്കപ്പോൾ എന്ത് വേണം? ബിൽഡിംഗ് അല്ല, എനിക്ക് പ്രൊഡക്ഷൻ കൂടുതൽ നടത്തണം. അപ്പോൾ എനിക്ക് വർക്കേഴ്സ് കൂടുതൽ വേണം. അപ്പോൾ എനിക്ക് എന്ത് വരും? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതൽ വരും. അല്ലാത്തവർക്കോ വർക്കിംഗ് ക്യാപിറ്റൽ അത്ര വേണ്ട. ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനീസ് നീഡ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പക്ഷേ അധികം ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത കമ്പനീസിന് എന്ത് വേണ്ട? വർക്കിംഗ് ക്യാപിറ്റൽ അധികം ആവശ്യമില്ല. ഇനി ഡിവിഡൻഡ് പോളിസി എന്താണ് മക്കളെ? ഡിവിഡൻഡ് ഷെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്ന പൈസയെ, പ്രോഫിറ്റിൻ്റെ ലാഭത്തെ കൊടുക്കുന്ന പൈസയെ നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കും. ഇൻട്രസ്റ്റ് എന്നല്ല, നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിവിഡൻഡ് എന്ന് പറയാം. എ കമ്പനി മെയിൻറ്റെയിൻസ് ക്യാഷ് ഡിവിഡൻഡ് ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഹൈ റേറ്റ് വിൽ റിക്വയർ മോർ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നോക്കി നോക്കുക, ക്യാഷ് ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. എല്ലാ മാസം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കും, ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കും. വേറെ ഷെയർ ആയിട്ടൊന്നുമല്ല, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോയി, അതൊരു കറണ്ട് അസറ്റ് അല്ലേ? അതുപോലെ തന്നെ ഹൈ റേറ്റിൽ കൊടുക്കും, നല്ലൊരു ശതമാനം കൊടുക്കുമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഊഹിച്ചാൽ പറ്റും, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. പക്ഷെ കമ്പനികളോ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, അധികം കൊടുക്കുന്നില്ല, റേറ്റ് കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മതി? കുറവ് മതി. അപ്പോൾ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിവിഡൻഡ് എന്ന് പറയാം. ആ ഡിവിഡൻഡ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേറ്റ് കൂടുതലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. പ്രൈസ് ചേഞ്ചസ് എന്താ പറയുന്നത്? ജനറലി റൈസിംഗ് പ്രൈസ് വിൽ റിക്വയർ ഫേം ടു മെയിൻറ്റെയിൻ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ടു മെയിൻറ്റെയിൻ സെയിം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. ഇപ്പോൾ പ്രൈസ് ചേഞ്ചസ് ആണ്, പ്രൈസ് ഒക്കെ കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിലോ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. കാരണം എന്താ, പണ്ടത്തെ ആ ഒരു എമൗണ്ടിന് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടില്ല. പ്രൈസ് കൂടി വരികയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം, ഇൻവെസ്റ്റ്മെൻറ്റും കറണ്ട് അസറ്റ് കൂടുതൽ വേണം, അല്ലെങ്കിലോ കുറവ് മതി. അതർ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്: ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, മാനേജ്മെൻറ്റ് എബിലിറ്റി, ഇറഗുലാരിറ്റി ഓഫ് സപ്ലൈ, ഇമ്പോർട്ട് പോളിസി, ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ, ബാങ്കിങ് ഫെസിലിറ്റീസ് എക്സെട്ര ഓൾസോ ഇൻഫ്ലുവൻസ് ദി റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇതെന്തായാലും പഠിക്കണം, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു പോവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങളുടെ സജഷൻസ് ഇതിലെന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ.